ഹായ് സുഹൃത്തുക്കളെ, ഇത് ഞാനിപ്പോൾ ജോസാറിൻ്റെ വീട്ടിലുള്ളത്. ഞാൻ ഇപ്പോൾ ബറാബ ഫ്രൂട്ട് പറിക്കാൻ പോവുകയാണ്. ജോസേട്ടൻ ഈ ഫ്രൂട്ട് പറിക്കാറില്ല, കംപ്ലീറ്റ് നിലത്ത് വീട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ബറാബ ഫ്രൂട്ട് പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. എൻ്റെ ഭാര്യയ്ക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറിക്കല്ലേ? ആദ്യം ഫ്രൂട്ട് എന്താ കണ്ടേ? ഇതാണ് ഫ്രൂട്ട്. ഇതിങ്ങനെ പൊട്ടിക്കാം, ഇങ്ങനെ കഴിക്കാം. പുളിപ്പും മധുരം കൂടിയാണ്, നല്ല രസമുണ്ട്, സൂപ്പറാണ്. അപ്പോൾ ഈ ബറാബ ഫ്രൂട്ടൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം, നല്ലതാട്ടോ. ഇത് ഒരുപാടുണ്ട്, ഇന്ന് വൈകുന്നേരം വരെ പറിക്കാണ്ട്. അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ പറിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാം, ഒരു പ്രത്യേക സുഖമാണ്. അത് ഓർഗാനിക്, വിഷമില്ലാത്ത. അപ്പോൾ ജോസാറിന് ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ഈ ബറാബ ഫ്രൂട്ടിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാൽ ഇതൊന്ന് പറിക്കണമല്ലോ. അപ്പം ഇത് പറിക്കാൻ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നൊരു പറിക്കുമ്പോഴത്തെ ഒരു 5-6 കിലോ ഉണ്ടാവും. ഈ ഫ്രൂട്ട് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓർണമെൻ്റൽ ഫ്രൂട്ട് പോലെയാണ് തോന്നുന്നു. കാരണം നല്ല രസം കിട്ടുന്നത്. നല്ല മഴുത്ത് കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ. ജോസേട്ടാ, നിങ്ങൾ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വരൂ. നമുക്ക് മുകളിലത്തെ പറിക്കാൻ ഇത്തില്ല കേട്ടോ. ചൂട്ടിൽ എത്ര വീണ് കിടക്കുന്നത്? ഷോട്ടിൽ ഞങ്ങൾ പറിച്ചതിൻ്റെ ഇരട്ടി വീണ് കിടക്കുന്നുണ്ട്, ഒരുപാട് വീണ് കിടക്കുന്നുണ്ട്. പിള്ളേരില്ലാത്തത് കൊണ്ടാണ് ഇതവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ചെറിയ മക്കളുണ്ടാവും. ജോസേട്ടൻ പറയുന്നത് പിള്ളേർ കുറവായത് കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നിൽക്കുന്നത്. കുറച്ച് കൂടുതൽ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കഴിക്കുമായിരുന്നേനെന്നാണ് പറയുന്നത്. മക്കളൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിലേ. ഇവിടെ ആരെങ്കിലും വന്ന് പറിക്കാറുണ്ടോ? ഇല്ലല്ലേ? നിങ്ങൾ പറിച്ച് ഒരുപാട് പേർക്ക് കൊടുക്കാറില്ലേ? എല്ലാ കൊല്ലം പറിക്കലുണ്ട്, ടീച്ചർമാരൊക്കെ ഉണ്ട്. അതെയോ? അപ്പോൾ അത് പറിച്ചാലും തീരുന്നില്ല കേട്ടോ. ഒരുപാട് പറിക്കാണ്ട്, വൈകുന്നേരം വരെ പറിക്കാണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ ഫ്രൂട്ടുകളൊക്കെ വെച്ച് പിടിപ്പിക്കുക, കഴിക്കുക. ഇവിടെ വരും ജോസേട്ടാ, ഇവിടെ വരും. ജോസേട്ടൻ അത് പറിച്ച് കഴിക്കുകയല്ല, ഞാൻ ഇത് പറിച്ചിട്ട് ജോസേട്ടൻ്റെ പറമ്പ് കഴിക്കും. ജോസേട്ടൻ്റെ പറമ്പ് ഞാൻ പിന്നെ പറിച്ചിട്ട് കഴിപ്പിക്കുകയാണ്. അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ബറാബ ഫ്രൂട്ട് പറിക്കുന്ന ഈ വീഡിയോ കൂടിയിട്ട് ജോസാറിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അവസാനിക്കുകയാണ്. ജോസാറിൻ്റെ വീട്ടിൽ മൊത്തം ഒരു 8-9 വീഡിയോ ഉണ്ടാവും. അത് നിങ്ങൾ തുടർച്ചയായിട്ട് കാണാം. അപ്പം നിങ്ങൾ കൃഷിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുറേ അറിവുകളാണ് പകർന്നു തന്നത്. എത്രയോ വർഷത്തെ അനുഭവങ്ങളാണ് ജോസേട്ടൻ പകർന്നത്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ എല്ലാം കാണാം. എല്ലാ വീഡിയോ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. ഓക്കെ, ബൈ.